ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നോമ്പുകാലം കൂടി നമ്മെ തേടിയെത്തിയിരിക്കുകയാണ്. 40 ദിവസങ്ങളിലെ ഒരുക്കവും പ്രാർത്ഥനയും വചനധ്യാനവും പുനരുത്ഥാന നാളിലേക്കായി സഭയെ ഒരുക്കുകയാണ്. ഭക്ഷണങ്ങൾ ലഘൂകരിച്ചും ആഡംബര സൗകര്യങ്ങൾ ഉപേക്ഷിച്ചും നാം ഓരോരുത്തരും പുതുജീവന്റെയും പുനരുത്ഥാനത്തിന്റെയും ശക്തിയെ ആർജിച്ചുകൊണ്ട് പുതിയൊരു നോമ്പുകാലത്തിനായി തുടക്കം ഇട്ടിരിക്കുകയാണ്. അനുരഞ്ജനം എന്ന ശുശ്രൂഷയിലൂടെയാണ് സഭ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. തന്നോട് തന്നെയും ദൈവത്തോടും സമസൃഷ്ടികളോടുമുള്ള അനുരഞ്ജനമാണ് ഓരോ നോമ്പുകാലവും വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ നോമ്പുകാല ധ്യാനചിന്ത: നോമ്പ് നന്മയുടെ കാലം. റോമക്കെതിരെ ലേഖനം 12-ാം അധ്യായം 21-ാം വാക്യം ഇപ്രകാരം പറയുന്നു: തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നാം ആയിരിക്കുന്ന ഈ സൈബർ വേൾഡിൽ ഓരോ ദിവസവും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ സോഷ്യൽ മീഡിയാസിൻ്റെ വലയത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, കുടിപ്പാൻ തന്നു; അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു; തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. യേശു കർത്താവ് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ നീതിമാന്മാർ യേശു കർത്താവിനോട് ഇപ്രകാരം ചോദിക്കുന്നു: കർത്താവേ, വിശന്നും ദാഹിച്ചും കണ്ടിട്ട് എപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്? അപ്പോൾ യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു: എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് ചെയ്തെടുത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ പല മേഖലകളിലേക്ക് നാം ദിനംതോറും യാത്ര ചെയ്യുമ്പോൾ ക്ഷീണിച്ചും വലഞ്ഞും രോഗിയായും കഴിയുന്ന അനേകം മക്കളെ നാം കാണാറുണ്ട്. ഒരുപക്ഷെ കണ്ടിട്ട് നാം കണ്ടില്ല എന്ന മനോഭാവത്തിൽ നാം മുന്നോട്ട് ഓടുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും; ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ നന്മയുടെ നോമ്പുകാലമായി നാം ഇന്ന് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ: നാം ആരാണെന്ന് നാം സ്വയം തിരിച്ചറിയണം. നമ്മുടെ കുറവുകളെക്കുറിച്ച് ഉണരണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കണം. അപ്രകാരം ജീവിച്ചാൽ മാത്രമേ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരുവാൻ ഇടയായി തീരത്തുള്ളൂ. ഈ നോമ്പിൻ്റെ നാളുകളിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് നാം ദിനംതോറും ധ്യാനിക്കുമ്പോൾ, നന്മയുടെ നോമ്പുകാലമായി ഇന്നേ ദിവസം നാം ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലെ നന്മ തണ്ടിന്മേൽ വച്ച വിളക്ക് പോലെ ശോഭിച്ച് അനേകം മക്കൾക്ക് നന്മയുടെ പ്രകാശമായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.